വിഷാദ രോഗം ബാധിച്ച ഒരുപാട് ആളുകൾ നമ്മുടെ സമൂഹത്തിലുണ്ട്. പക്ഷെ അവർക്ക് വേണ്ട പരിഗണനയും പിന്തുണയും കിട്ടുന്നില്ല എന്നുള്ളതാണ് സത്യം. സത്യം പറഞ്ഞാൽ അധികം ആളുകൾക്കും അറിയില്ല എന്താണ് ഈ ഡിപ്രഷൻ എന്ന്. നമുക്കൊരു പക്ഷെ അത് പാരമ്പര്യമായിട്ട് വരാം, ഒരു പക്ഷേ നമ്മൾ നിരന്തരം ഉറക്കയിക്കുന്നവർക്ക് വരാം, അല്ലെങ്കിൽ കഠിനമായ ദുഃഖങ്ങൾ താങ്ങാൻ കഴിയാതെ അങ്ങനെയും ഡിപ്രഷൻ വരാം. പല രൂപത്തിൽ നമുക്ക് ഡിപ്രഷൻ വരാം. അവർക്ക് മാനസികമായ പിന്തുണ വളരെ അത്യന്താപേക്ഷിതമാണ്. പക്ഷെ സമൂഹം ചിന്തിക്കുന്നത് എന്താണ്? അവരിങ്ങനെ ചിന്തിച്ച് കൂട്ടുകയാണ്, ഇങ്ങനെ ചിന്തിക്കരുത്. പക്ഷേ ചിന്ത ഓട്ടോമാറ്റിക്കലി വരുന്നതാണ്. നമ്മുടെ ഈ തലച്ചോറിൻ്റെ സെറട്ടോണിൻ്റെ ഒക്കെ ഇൻബാലൻസ് വരുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കലി ഇങ്ങനെയുള്ള ചിന്തകൾ വരും. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക? അവരെ കുറ്റപ്പെടുത്തരുത്, മറിച്ച് പിന്തുണ കൊടുക്കുക, ചികിത്സക്ക് വേണ്ടി പ്രോത്സാഹിപ്പിക്കുക. പലപ്പോഴും ഇങ്ങനെയുള്ള രോഗങ്ങൾക്ക് ചികിത്സ നേടാൻ പലരും മടിക്കുന്നു എന്നുള്ളതാണ്. ഒരിക്കലും ഇതൊരു മോശമല്ല. നമുക്ക് ശാരീരികമായ എന്തൊക്കെ അസുഖമുണ്ടോ ഇതുപോലെ തന്നെ മാനസികമായ പ്രശ്നങ്ങളുണ്ടാവും. മാനസിക ഭ്രാന്തൊന്നും അല്ല ഇത് നമുക്ക് സാധാരണയായിട്ട് വരുന്നതാണ്. ഞാനിത് പറയുന്നത്, ഈ പ്രശ്നം എനിക്കുണ്ടായിരുന്നു, ഞാൻ അഭിമാനത്തോടെയാണ് പറയുന്നത്. ഞാനിത് സ്വന്തമായി ചികിത്സയൊക്കെ ചെയ്ത് മാറ്റിയതാണ്. എല്ലാ ആളുകൾക്കും ചെറിയ നിലക്കെങ്കും എല്ലാവർക്കും ഉണ്ട്. പക്ഷേ അമിതമായി കഴിഞ്ഞാൽ അത് ബുദ്ധിമുട്ടാണ്, ചികിത്സിക്കുക തന്നെ വേണം.